2024 ജൂലൈ 10 ബുധൻ. ഇന്ന് 1199 മിഥുനം 26. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ. കേന്ദ്ര റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ രണ്ടാമത് കരമനയാർ. കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കോഴിക്കോട്ടെ കല്ലായിപ്പുഴയെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട്. 2022 മലിനീകരണം ഏറ്റവും രൂക്ഷമായിരുന്ന തിരുവനന്തപുരത്തെ കരമനയാർ 2023 കണക്കിൽ രണ്ടാം സ്ഥാനത്താണ്. കേരളത്തിൽ 130 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. അതിൽ 103 ഇടങ്ങളും കുളിക്കാൻ പോലും കൊള്ളില്ല. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിച്ച് മലിനീകരണ തോത് കണക്കാക്കുന്ന BOD, അതായത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിരക്ക് കല്ലായിപ്പുഴയിൽ ലിറ്ററിൽ 12.8 മില്ലിഗ്രാം വരെയാണ്. അനുവദനീയ പരിധി 3 മില്ലിഗ്രാം മാത്രം. വിസർജ്യത്തിൻ്റെ തോത് അനുസരിച്ചുള്ള ഫീക്കൽ കോളിഫോം കൗണ്ട്, അതായത് FC കൗണ്ട് 100 മില്ലി ലിറ്ററിൽ 4,80,000 വരെയാണെന്നും റിപ്പോർട്ടിന് ആധാരമായ നാഷണൽ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അനുവദനീയ പരിധി 2,500 മാത്രം. കല്ലായിപ്പുഴയിൽ 2022 അനുവദനീയ പരിധിയിലായിരുന്ന BOD തോത് ഒരു വർഷം കൊണ്ട് 4 ഇരട്ടിയിലേറെ കൂടി. അതേസമയം FC കൗണ്ട് 2022 7,90,000 ആയിരുന്നത് 2023 കുറഞ്ഞു. പമ്പാ നദിയിൽ BOD അനുവദനീയ പരിധിയിലാണെങ്കിലും FC കൗണ്ട് 43,000 BOD വളരെ കൂടുതലായിരുന്ന മൂവാറ്റുപുഴയാറിൽ ഇപ്പോൾ അളവ് അനുവദനീയ പരിധിയിലേക്ക് കുറഞ്ഞു. KSRTC ടെർമിനൽ കുരുക്കഴിക്കാൻ പുതിയ പഠനം. തള്ളിക്കളയുന്നത് 90% തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന മദ്രാസ് IITയുടെ റിപ്പോർട്ട്. KSRTC മാവൂർ റോഡ് ടെർമിനലിൻ്റെ ദുർഗതി മാറ്റാൻ സർക്കാർ പുതിയ പഠനത്തിന്. കെട്ടിടത്തിന് ഗുരുതരമായ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന മദ്രാസ് IITയുടെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് സർക്കാർ പാനലിലുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർമാരുടെ പുതിയ പാനലുണ്ടാക്കി ബലക്ഷയം സംബന്ധിച്ച പഠനം നടത്താനാണ് ശുപാർശ. പാട്ടക്കരാർ ഏറ്റെടുത്തിട്ടുള്ള ആലിഫ് ബിൽഡേഴ്സിൻ്റെ കൂടി താൽപ്പര്യം കണക്കിലെടുത്തായിരിക്കും പഠനം. പുതിയ പഠനത്തിൻ്റെ ചെലവ് ആര് വഹിക്കുമെന്നതിൽ ധാരണയായിട്ടില്ല. ആലിഫ് ബിൽഡേഴ്സിൻ്റെ ചെലവിൽ പഠനം നടത്തണമെന്നാണ് ശുപാർശയെങ്കിലും കരാറുകാർ സമ്മതം മൂളിയിട്ടില്ലെന്നാണ് സൂചന. ഏതു വിധേനയും കെട്ടിടത്തിൻ്റെ ദുരവസ്ഥ പരിഹരിച്ച് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷന് വരുമാനമുള്ളതാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. കെട്ടിടത്തിന് 90% തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന IIT റിപ്പോർട്ട് പെരുപ്പിച്ച് കാട്ടിയതാണെന്ന നിരീക്ഷണമാണ് സർക്കാർ തലത്തിലുള്ളത്. KTDFCയിലെ വിദഗ്ധനും കോഴിക്കോട് NITയിലെ വിദഗ്ധരും ഉൾപ്പെട്ട പാനൽ IIT റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോഴും സമാനമായ നിരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ IIT റിപ്പോർട്ട് പ്രകാരം തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ആദ്യം തീരുമാനിച്ചത്. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള 32.70 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതായതോടെയാണ് മറുവഴികൾ തേടാൻ തീരുമാനം. എന്നാൽ IIT റിപ്പോർട്ടിനെ പാടെ തള്ളിക്കളഞ്ഞ് പുതിയ പഠനവുമായി മുന്നോട്ട് പോകുന്നത് വിജിലൻസ് കേസിലും ഏറെ ദോഷം ചെയ്തേക്കും. IITയുടെ കണ്ടെത്തലിന് സമാനമായ നിരീക്ഷണങ്ങളാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിലും റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ തന്നെ റിപ്പോർട്ട് തള്ളുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സിവിൽ സർവീസ് വിജയം 2008 നിയമനം കൊടുത്തത് ഇപ്പോൾ. ഭിന്നശേഷിക്കാരെ നെട്ടോട്ടം ഓടിക്കുന്നോ എന്ന് കേന്ദ്രത്തെ ശാസിച്ച് സുപ്രീം കോടതി. 11 പേരെ നിയമിക്കാൻ ഉത്തരവിട്ട കോടതി. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടും നിയമനം നൽകാതെ പൂർണ്ണ കാഴ്ച പരിമിതിയുള്ള ഉദ്യോഗാർത്ഥിയെ വട്ടം ചുറ്റിച്ച കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി ശാസിച്ചു. 2008 പരീക്ഷ ജയിച്ച വിദ്യാർത്ഥിക്കും സമാന സാഹചര്യത്തിലുള്ള മറ്റ് 10 പേർക്കും നിയമനം നൽകാൻ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഉത്തരവിട്ട കോടതി ഭിന്നശേഷിക്കാർക്കുള്ള തസ്തികകൾ നികത്താത്തതിനെയും വിമർശിച്ചു. സിവിൽ സർവീസ് പരീക്ഷ 2008 വിജയിച്ച പങ്കജ് ശ്രീവാസ്തവയുടേതാണ് പ്രധാന കേസ്. എഴുത്തുപരീക്ഷയും അഭിമുഖവും കഴിഞ്ഞ പങ്കജിന് നിയമനം ലഭിച്ചില്ല. നാളുകളായി ഒഴിഞ്ഞുകിടക്കുന്ന ഭിന്നശേഷി തസ്തികകൾ പരിഗണിക്കാത്തതാണ് തടസ്സമായതെന്ന് ചൂണ്ടിക്കാട്ടി പങ്കജ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി നേടി. സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും തള്ളി. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. വിജ്ഞാപനപ്രകാരമുള്ള സംവരണ സീറ്റിൻ്റെ മെറിറ്റ് പട്ടികയിൽ പങ്കജ് ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് UPSC വാദിച്ചത്. എന്നാൽ ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള ഒട്ടേറെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ
ഇവരെ നെട്ടോട്ടമോടിക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടതെന്നും ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമത്തിൻ്റെ യഥാർത്ഥ സത്ത ഉൾക്കൊള്ളാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും ജഡ്ജിമാരായ അഭയ് എസ് ഓക്ക, പങ്കജ് മിത്തൽ എന്നിവരുടെ ബെഞ്ച് വിമർശിച്ചു. തുടർന്നാണ് IRSലോ IT മറ്റ് സമാന സർവീസുകളിലോ പങ്കജിനെയും മറ്റ് 10 പേരെയും നിയമിക്കാൻ കോടതി ഉത്തരവിട്ടത്. ആധാറും ഗ്യാസ് കണക്ഷനും ആശങ്ക വേണ്ട. ആധാർ ബയോമെട്രിക് സാക്ഷ്യപ്പെടുത്തൽ പാചകവാതക ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം വിശദീകരിച്ചു. ആധാർ ബയോമെട്രിക് സാക്ഷ്യപ്പെടുത്തൽ നടത്താത്തവർക്ക് പാചകവാതം നിഷേധിച്ചിട്ടില്ല. വ്യാജ ഉപയോക്താക്കളെ ഒഴിവാക്കാനാണ് പാചകവാതക സിലിണ്ടർ വിതരണം ആധാറുമായി ബന്ധപ്പെടുത്തുന്നത്. സാക്ഷ്യപ്പെടുത്തലിന് അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല. LPG സിലിണ്ടർ വീട്ടിൽ ലഭിക്കുന്ന സമയത്തോ വിതരണ ഏജൻസിയുടെ ഷോറൂമിലെത്തിയോ ആധാർ സാക്ഷ്യപ്പെടുത്തൽ നടത്താം. പെട്രോളിയം കമ്പനികളുടെ ആപ്പുകൾ വഴിയും ചെയ്യാം. ഈ പ്രക്രിയ 8 മാസമായി നടക്കുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷം, പലായനം തുടരുന്നു. കുട്ടികളുടെ മരണകാരണം പട്ടിണിയുമെന്ന് UN. ഇസ്രായേൽ ആക്രമണം ശക്തമായതോടെ ഗാസ സിറ്റിയിൽ നിന്ന് ജനങ്ങൾ പലായനം തുടരുന്നു. സമാധാന ചർച്ചകൾക്കായി US നേതൃത്വത്തിൽ ശ്രമം തുടങ്ങുകയും ഇതിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. ചർച്ചകളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിൻ്റെ നടപടിയെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു. ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെന്നും ഹമാസ് അറിയിച്ചു. ഇസ്രായേലിൻ്റെ അറിയിപ്പ് ലഭിച്ചതോടെ ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായാണ് ഒഴിഞ്ഞു പോകുന്നത്. ആക്രമണത്തിൽ 30 പേർ ഇന്നലെ കൊല്ലപ്പെട്ടു. ഗാസയിൽ പട്ടിണി രൂക്ഷമാണെന്നും രോഗം ബാധിച്ചുള്ള കുട്ടികളുടെ മരണത്തിന് ഇതും കാരണമാണെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. പോഷകാഹാരക്കുറവിനെ തുടർന്ന് 39 കുട്ടികളാണ് മരിച്ചത്. സമാധാന ചർച്ചകൾ നടത്താമെങ്കിലും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇന്നും നാളെയുമായി ദോഹയിലും കൈറയിലുമാണ് ചർച്ചകൾ നടക്കുക. മലപ്പുറത്ത് കൂടുതൽ +1 ബാച്ച് തീരുമാനം ഇന്ന്. കാസർഗോഡും കൂടുതൽ ബാച്ചിന് സാധ്യത. +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ മലപ്പുറം ജില്ലയിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിക്കും. സർക്കാർ സ്കൂളുകളിൽ മാത്രമാകും താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുക. കൂടുതലും ഹ്യൂമാനിറ്റീസ് ആയിരിക്കുമെന്നാണ് സൂചന. കാസർഗോഡും ഏതാനും താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണ്. മെറിറ്റ് സീറ്റിൽ കാര്യമായ കുറവുണ്ടെങ്കിലും പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ അധിക ബാച്ചിന് സാധ്യത കുറവാണ്. മലപ്പുറത്ത് എവിടെയൊക്കെ എത്ര ബാച്ചുകൾ അനുവദിക്കണമെന്ന് താലൂക്ക് അടിസ്ഥാനത്തിൽ പഠിച്ച 2 അംഗ ഉദ്യോഗസ്ഥ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. സപ്ലിമെൻ്ററി ഘട്ടത്തിലെ ആദ്യ അലോട്ട്മെൻ്റ് അനുസരിച്ചുള്ള പ്രവേശനം ഇന്നലെ അവസാനിച്ചു. 89 മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് മലപ്പുറത്ത് ശേഷിക്കുന്നത്. സംസ്ഥാനത്താകെ 22,729 അപേക്ഷകൾ ഇപ്പോഴും പുറത്താണ്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 222 പേരും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇവർ കൂടുതൽ ഓപ്ഷൻ ഉൾപ്പെടുത്താതെ അപേക്ഷ നൽകിയത് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് സർക്കാർ വാദം. 6 മുതൽ 8 വരെ ക്ലാസുകളിൽ 10 ബാഗില്ലാ പഠന ദിനങ്ങൾ നിർദ്ദേശിച്ച് കേന്ദ്രം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബാഗില്ലാത്ത പഠന ദിവസം വരുന്നു. 6 മുതൽ 8 വരെ ക്ലാസുകളിൽ അക്കാദമിക് വർഷത്തിൽ 10 ബാഗ്ലെസ് ദിനങ്ങൾ അവതരിപ്പിക്കാനുള്ള ചർച്ചകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ചു. SCERT ഇതിനായി മാർഗരേഖ തയ്യാറാക്കും. സ്കൂൾ ബാഗിൻ്റെ അമിത ഭാരത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമനുസരിച്ചാണ് ബാഗില്ലാ പഠന ദിവസം ആവിഷ്കരിക്കുന്നത്. നൈപുണ്യശേഷി പരിശീലനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, പരിസ്ഥിതി നിരീക്ഷണം, ചരിത്ര സ്മാരകങ്ങളിലേക്കുള്ള യാത്രകൾ തുടങ്ങിയവയ്ക്കായി ഈ ദിവസങ്ങൾ മാറ്റിവെക്കും. പഠനഭാരത്തിൽ കുറവുണ്ടാകുമെന്നും കുട്ടികളിലെ സമ്മർദ്ദം കുറയുമെന്നും മന്ത്രാലയം വിലയിരുത്തുകയാണ്. ശുഭദിനം. നന്ദി.